മലേഷ്യൻ യാത്രയുടെ നമ്മുടെ നാലാമത്തെ പാർട്ടാണ് അപ്പോൾ നമ്മൾ കാണാൻ പോണത്. വലിയൊരു ടീമായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യണോണ്ട് തന്നെ വലിയൊരു ബസ്സിൽ തന്നെയാണ് നമ്മുടെ യാത്ര ഉള്ളത്. അതോടൊപ്പം നമ്മൾ താമസിച്ചിട്ടുള്ള ഹോട്ടലാണ് ഹോളിഡേ ഇന്ന്. നമ്മുടെ 2 ദിവസത്തെ സ്റ്റേയും ഹോളിഡേ ഇന്ന് തന്നെയായിരുന്നു. ഇന്നപ്പോൾ നമ്മൾ കോലാലംപൂർ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം ഇവിടുത്തെ രാജാവിൻ്റെ വീടാണ് കാണാൻ പോണത്, രാജകൊട്ടാരം. നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ രാജകൊട്ടാരം പഴയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ രാജകൊട്ടാരം ഒന്നുമല്ല. ഇന്നത്തെ കാലത്തും ഇവിടുത്തെ രാജാവ് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി വലിയൊരു കൊട്ടാരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് കയറാനൊന്നും പറ്റില്ല. നമ്മൾ പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂ. രാജാവ് ഉള്ളിലുള്ള സമയത്താണെങ്കിൽ നമുക്കിവിടെ ഒരു മഞ്ഞക്കൊടി കാണാൻ പറ്റും. ആ രാജാവ് ഉള്ളിലുണ്ട്. ആരോടെ? ആ കുതിരയുടെ അല്ലേ? ഇവിടോ നമുക്കിപ്പോൾ വലിയൊരു കൊട്ടാരത്തിൻ്റെ ഒരു ഗേറ്റ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഒരു വലുപ്പും അതുപോലെ ദൂരത്ത് നിന്നും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. 2 സൈഡിലായിട്ട് 2 കുതിരകളെ അവർ കെട്ടിയിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും അതിൻ്റെ മുകളിൽ 2 പട്ടാളക്കാരും ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി സെൽഫി എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റാവുന്ന ഒരു സ്ഥലമാണ്. ഗേറ്റിൻ്റെ ഇത്രത്തോളം അടുത്ത് മാത്രമേ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അതിനകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഇത്രയും വലിയ ഒരു ആഡംബര ജീവിതം തന്നെയാണ് ആ രാജാവ് നയിക്കുന്നുണ്ടാവുക. ഈ ഒരു കൊട്ടാരം പരന്ന് കിടക്കുന്നത് 97.65 ഹെക്ടർ സ്ഥലത്താണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വലിപ്പം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുതിരയും അതുപോലെ പടയാളിയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയി സെൽഫി എടുക്കുകയും അതിൻ്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. കുതിരയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ, കുതിരയ്ക്ക് ഇഷ്ടമായില്ല. കുതിരയുടെ ഒപ്പം ഫോട്ടോ എടുക്കണം. അപ്പുറം പോ രാജാവ് പോണ വീഡിയോ എടുക്കാൻ പറ്റും. വേറെ എന്തായാലും നമ്മൾ വന്ന സമയം വളരെ നല്ലതായിരുന്നു കേട്ടോ. ഇവിടെ അതിനകത്ത് രാജാവും ഉണ്ട്. അതുപോലെ തന്നെ രാജാവ് പുറത്തേക്ക് എന്തിനോ കാര്യത്തിന് പോകുന്ന സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അകമ്പടിയോടുകൂടെ രാജാവ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ മന്ത്രി പോകുന്ന സമയത്ത് റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. പോകുന്നതിന് തൊട്ട് മുന്നേ ഇവിടുത്തെ പട്ടാളക്കാർ വന്നിട്ട് അല്ലെങ്കിൽ പോലീസുകാർ വന്നിട്ട് ആ റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കും. പണ്ട് രാജാവ് പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു ആംബുലൻസ് വന്നപ്പോൾ ആ ആംബുലൻസിനെ കടത്തി വിട്ടതിന് ശേഷമാണ് രാജാവ് യാത്ര ചെയ്തതെന്നുള്ള ഒരു രസകരമായ സംഭവം ഇവർ പറഞ്ഞു തന്നു. രാജാവിൻ്റെ വിലപ്പെട്ട സമയത്തെക്കാളും എത്രയോ വിലപ്പെട്ടതാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ്റെ ജീവൻ എന്നുള്ളതാണ് ഇതിൽ നിന്ന് അവർ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നാഷണൽ മോനുമെൻ്റ് ആണ് കാണാൻ പോണത്. 1948 മുതൽ 1960 വരെ നീണ്ടു നിന്ന 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കും അതുപോലെ അന്ന് മരിച്ചവരുടെ ഒരു സ്മരണയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ മോനുമെൻ്റ് പണിതിട്ടുള്ളത്. Tiger is our national animal. Simbertipu. High biscuit rosa synthesis is our national flower also for Kerala, right? And bird, hornbill, also Kerala national bird. Malaysia also national bird. Okay. So either one this moon, majority of Muslim country representing that. This is star pointing of 14 states. Pointer, okay. This is federated. This is we call Malay traditional weapons. Okay, அது கத்தி இருக்கும், small கத்தி ஒரு மாதிரி இருக்கும். This is federated. British பின்னங்கல வந்தாங்க. பின்னங்கல வந்து to rest their boat and armies to repair their boat. First World War. We Malaysians did not involve in the First World War.
but they keep Malaysian as Western and American. Second is we invest in certain data where population is less. ഇതിവിടെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നമുക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ കുടയൊക്കെ കയ്യിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ടവിടെ യാത്ര ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യുന്നതും അതുപോലെ എപ്പോൾ വേണമെങ്കിലും വെയിൽ ഉദിക്കുന്നതായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് മലേഷ്യയിലുള്ളത്. ഇവിടെയുള്ള എല്ലാ നിർമ്മിതികളും ടൂറിസ്റ്റുകളെ അത്തരത്തിൽ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ നല്ല ഭംഗിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഭാഗവും നീറ്റും ക്ലീനും ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ 15 മീറ്റർ ഉയരത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ശില്പങ്ങളാണ്. ഇതിന് ചുറ്റും വെള്ളമൊക്കെ കെട്ടി നിർത്തി ഇങ്ങനെ മനോഹരമായിട്ട് വാട്ടർ ഫൗണ്ടനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ വളരെ പ്രത്യേകതരം ഭംഗിയാണ്. ഈ ഒരു പ്രതിമയ്ക്കകത്ത് മൊത്തത്തിൽ 7 രൂപങ്ങളാണുള്ളത്. അതിൽ ഒരെണ്ണം മലേഷ്യൻ പതാക പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു പ്രതിമയുടെ കയ്യിൽ മിഷ്യൻ ഗണ്ണും ഒരു പ്രതിമയുടെ കയ്യിൽ റൈഫിളും ആണ് ഉള്ളത്. ഏറ്റവും താഴെയുള്ളത് യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള സ്വന്തം നാട്ടുകാരെ തന്നെയാണ്. ഇനിയപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് ടൗണിലുള്ള ഒരു പഴയ ചർച്ചും അതുപോലെ അതിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ലൈബ്രറി കെട്ടിടങ്ങളും എല്ലാം കാണാൻ പോവാണ്. പോട്ടെ പോട്ടെ, വണ്ടിയല്ലേ? എനിക്ക് വെയിലടിക്കുന്നില്ലല്ലോ, ഉണ്ടോ? വെയിലടിക്കുന്നുണ്ടോ? ഒന്ന് വരട്ടെ കേട്ടോ. പെണ്ണിന് വെയിലടിക്കുന്നില്ലല്ലോ. അയ്യോ ഇവിടെ നോക്കി, അങ്ങോട്ട് നോക്ക്, ആ ബിൽഡിംഗ് നോക്ക്. അമ്മ പറയണ്ടല്ലോ. அது அந்த டோம் இருக்குல்ல, கொஞ்சம் அக்லியா இருக்குல்ல, Perpustakaan Negara, our national library, free for citizens. இது ஃபுல்லா கவர்மெண்டோட அட்மினிஸ்ட்ரேஷன். நீங்க சுத்தி வர இப்படியே சுத்தி நீங்க பாத்தீங்கன்னா ஃபுல்லா பேங்க். இப்போ கோலாலம்பூர்ல ஒன்லி கார்ப்பரேட் பேங்க் ஹோட்டல் தான் இருக்கு. எல்லாம் கவர்மெண்ட் புத்தகயா போட்டு only King Palace and Parliament is in Malaysia. മലേഷ്യൻ ടൗണിലെ കൊലാലംപൂരിലെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.